വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നല്ല ഫോഗാട്ടോ. കുറച്ച് ദിവസമായിട്ട് എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അമ്മ പോയതിന് ശേഷം ശരിക്കും കിടപ്പായി. 2 ദിവസം പൊങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. രാത്രിയായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടിയത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഭേദമായിട്ടുണ്ട്. എഴുന്നേറ്റല്ലേ പറ്റൂ. പിന്നെ തണുപ്പും കൂടെ ആയതുകൊണ്ടേ നമുക്ക് ആകെ ഒരു വല്ലായ്മയാന്നേ. ഒരു ദിവസം കംപ്ലീറ്റ് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡിന്നറിന് എന്തായാലും സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ നമുക്ക് കഴിക്കണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ ആകെ ഒരു വല്ലായ്മയും ക്ഷീണമൊക്കെ ഉണ്ട്. രാത്രി കുറച്ച് ബ്രോക്കലിയും അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷാണ്. തണുപ്പത്ത് ഇതൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ടത് ഞാൻ നമ്മുടെ ചിപ്പിലിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും കൂടെ ഈ രീതിയിൽ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അത് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ബ്രോക്കലിയും അതുപോലെ തന്നെ കോളിഫ്ലവറും ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പകുതി ബോയിൽ ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. ഒരുപാടൊന്നും നമുക്ക് ബോയിൽ ചെയ്യേണ്ട, കാരണം അതിൻ്റെ ഗുണം അങ്ങനെ നിൽക്കുകയും വേണം. എന്തെങ്കിലും അതിനകത്ത് ശരിക്കും നമ്മൾ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ചിലപ്പോൾ വയറൊന്നും അത്ര പിടിക്കത്തില്ല. നമ്മൾ എപ്പോഴും കുക്ക്ഡ് ഫുഡല്ലേ കഴിക്കുന്നത്. അപ്പോൾ പകുതി വേഗ് എടുത്ത് വീണ്ടും ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കടായി എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ഉപ്പിടത്തേ ഉള്ളൂ, കാരണം അതിൻ്റെ ഗുണം അങ്ങനെ അങ്ങ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ എണ്ണയിൽ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സോർട്ടഡ് വെജീസ് അല്ലെങ്കിൽ സോർട്ടഡ് വെജിറ്റബിൾസ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കഴിക്കാം. ഇത് മാത്രമല്ല, ഒരു കോംബോ മീൽ പോലെ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാക്കെ ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി തുടങ്ങി കേട്ടോ വണ്ണം കുറയ്ക്കാനായിട്ട്. അപ്പോൾ രാക്കയ്ക്കും ഹെൽപ്ഫുള്ളായിട്ട് ഒരു വെയിറ്റ് ലോസ് ഡയറ്റ് പോലെ ആകും, ഞങ്ങൾക്കും കഴിക്കാം. അപ്പോൾ ആ രീതിയിലാണ് ഇന്നത്തെ ഒരു ഡിന്നർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വെജീസ് റെഡി ആയിട്ടുണ്ട്, വെജിറ്റബിൾസ് സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് മില്ലറ്റിൻ്റെ ഒരു പൊങ്കലാട്ടോ. പൊങ്കലിന് ഉപ്മാവോ എന്തെങ്കിലും അങ്ങനെ പറയാം. അതിനായിട്ട് നമ്മുടെ മില്ലറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇതിനകത്ത് ലിറ്റിൽ മില്ലറ്റ് ബാഗർ എന്നൊക്കെ എഴുതിയേക്കുന്നത് കണ്ടോ, നമ്മുടെ ചാമേരി റവയുടെ ഫോമിലാക്കിയിട്ട് വാങ്ങാൻ കിട്ടുന്നതാ. ഇവിടെ ഇതിന് ഭയങ്കര ഡിമാൻഡ് കേട്ടോ. ഇവരിവിടെ കഞ്ഞി പോലെ എന്തൊക്കെയോ വെച്ച് കഴിക്കുന്നുണ്ട്, ഉപ്മാവും കിച്ചടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാനൊരു ഉപ്മാവ് പൊങ്കൽ സ്റ്റൈലാണ് വെക്കാൻ പോകുന്നത്. റവയെ കാട്ടി കുറച്ചും കൂടെ വലിയ തരിയായിരിക്കും ഇതിന്. അപ്പം ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ കടുക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കടുക് തീർന്നുകൊണ്ട് ഇവിടെ റായി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുന്നതായിട്ട്, ഇങ്ങനെ കുഞ്ഞു കടുക്. പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പിട്ട് പൊടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കാരണം വേറെ നമ്മൾ സ്പൈസിനായിട്ടൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് പച്ചമുളക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ഇത് ഈ പൊങ്കലിന് ഈ ചുമന്ന മുളകാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. നമ്മുടെ ഉപ്പുമാവ് സ്റ്റൈൽ തന്നെ കേട്ടോ. പിന്നെ ഒരു സവാള അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ട് നമ്മുടെ ഈ ചാമേരി ഉണ്ടല്ലോ, ഈ ലിറ്റിൽ മില്ലറ്റ്. ഇപ്പം മില്ലറ്റിനൊക്കെ ഭയങ്കര ഡിമാൻഡ് അല്ലേ, ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. അത് വേണ്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നുറുക്ക് ഗോതമ്പില്ലേ, അതിൻ്റെ വേറൊരു ഫോം ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടാണ് ഞാൻ കഴുകി ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. റവയെക്കാട്ടിയും ഇതിന് വേഗമുണ്ട്, നമ്മുടെ സൂചി ഗോതമ്പിൻ്റെയൊക്കെ വേഗമുണ്ടല്ലോ അതുപോലെ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ കൊടുക്കാം. അവരവരുടെ കുക്കറിൻ്റെ ആ ഒരു നമുക്കറിയാമല്ലോ ഒരു പാകം അനുസരിച്ച്. പിന്നെ ആവി മുഴുവൻ മാറിയതിന് ശേഷമേ തുറന്ന് നോക്കാവൂ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. പൊങ്കലിന് നല്ല കോമ്പിനേഷൻ അല്ലേ സാമ്പാർ. ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല. അപ്പോൾ അതേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ മുട്ടയും കൂടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്, ബോയിൽഡ് എഗ്സ്. അപ്പം നമ്മുടെ ചാമയരി പൊങ്കൽ, അതുപോലെ തന്നെ നമ്മുടെ ബോയിൽഡ് വെജിറ്റബിൾസ്, പിന്നെ ബോയിൽഡ് എഗ്ഗിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളിങ്ങനെ വെയ്യാതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ശരിക്കും നല്ലതും. എനിക്കും വലിയ മസാല ഉള്ളതൊന്നും കഴിക്കണമെന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞാനങ്ങ് ഉണ്ടാക്കിയത്. രാക്കേക്കും കുറച്ച് ഹെൽത്തി ആവും. അങ്കൂനും ഇങ്ങനെയൊക്കെ ശീലിക്കട്ടെ എന്ന് വിചാരിച്ചു. അവന് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ വേണമെങ്കിലും ബോയിൽഡ് വെജീസ് അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഇംഗ്ലീഷ് സ്റ്റൈലൊക്കെ ആണല്ലോ, അതിനൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സ്റ്റൈലാണ്. എന്നും ഇങ്ങനെ കഴിച്ചില്ലെങ്കിൽ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു വെറൈറ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഞാൻ ഡിന്നറോടുകൂടി തുടങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫുൾ ഡേ റൂട്ടീൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, അങ്കൂന് സ്കൂള് തുടങ്ങി, വിൻ്റർ വെക്കേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവന് ടിഫിനും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് സ്കൂളിലേക്ക് അയച്ചു. രാക്കെ ഓഫീസിൽ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഇനി ഹെൽത്തി ഒരു സംഭവത്തിലോട്ട് തിരിയാമെന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഞാൻ. പിന്നെ ഈ തണുപ്പത്ത് എപ്പോഴും നമ്മുടെ ടേബിളിൽ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഈ കപ്പലണ്ടി എന്ന് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട്. തണുപ്പ് കഴിയുന്നവർ ഇതിവിടെ ഇരിക്കട്ടെ, പൊട്ടിച്ചിങ്ങനെ കഴിക്കാമല്ലോ. അതിങ്ങനെ പൊട്ടിച്ചിടാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു വിധം എന്ന് പറയുമ്പോൾ അത് വേസ്റ്റിലോട്ട് ഇട്ടിട്ട് വീണ്ടും ഇത് കഴിക്കും, വെള്ളവും വെക്കും. പിന്നെ TV കാണുമ്പോൾ
അത് കഴിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ അങ്ങോട്ടും പോയും വരെയൊക്കെ ചെയ്യുമ്പോൾ എടുത്ത് നമുക്ക് കഴിക്കാം. ഒത്തിരി ഹെവിയും ആ സംഭവം. അങ്കുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സ്കൂള് തുടങ്ങി, അവൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ 7:45 കേട്ടോ ബസ് വരുന്നത്. അപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. അപ്പോൾ രാഗെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അവന് സ്കൂളൊക്കെ തുറന്നുകൊണ്ടാണ് എങ്കിലും ഞാനങ്ങ് എഴുന്നേറ്റത്. നമ്മൾ കിടന്നു പോയാൽ അങ്ങനെ അങ്ങ് കിടന്നു പോകുന്നേ. അവന് ടിഫിനിൽ കൊടുക്കാനും ബ്രേക്ക്ഫാസ്റ്റിനുമായിട്ട് ഇഡലി ഉണ്ടാക്കി വെച്ചു. 2 ദിവസം മുന്നേ അരച്ച് റെഡിയാക്കി വെച്ചിരുന്ന മാവ, അതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. പിന്നെ തലേദിവസം കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയിരുന്നായിരുന്നു, അതും ചൂടാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലിയും റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ മുന്തിരിങ്ങയുടെ സീസൺ തുടങ്ങി, നമ്മുടെ പച്ചമുന്തിരി. അപ്പോൾ അതും ഞാൻ കുറച്ച് നന്നായിട്ട് കഴുകി നമ്മുടെ ഫ്രൂട്ട്സ് ബ്രേക്കിനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു സിമ്പിളായിട്ട് അവൻ്റെ ടിഫിൻ അങ്ങ് പാക്ക് ചെയ്തു. സാമ്പാർ രാത്രിയിലെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കാനൊക്കെ കുറച്ച് പാടാതാണ്. അപ്പോൾ എഴുന്നേൽക്കുന്നതന്നെ ബുദ്ധിമുട്ട്. 6:30 കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ബുദ്ധിമുട്ടല്ല, നമുക്ക് കുറച്ച് ടൈം എടുക്കും അത് അഡ്ജസ്റ്റ് ആയി വരെ. ഈ വെള്ളമൊക്കെ തൊട്ട് ഒന്ന് തണുപ്പല്ലേ. അങ്ങനെ അങ്കു സ്കൂളിലേക്ക് പോവുക. ഇവിടെ തണുപ്പിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് മഴയും കൂടെ ഉണ്ടെന്നേ. ഈ കാലാവസ്ഥ ശരിക്കും എന്നെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഡേ മാമത്തെ. അപ്പോൾ രാവിലത്തെ കാഴ്ച എന്താ വെച്ചാൽ മൂടി പിടിച്ച് നിൽക്കുകയാണ്. ഫോഗ് ശരിക്കും കയറി വരുന്ന പോലെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴെങ്ങാണ്ടേ വീണ്ടും വന്നുകൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു. ഇങ്ങനെ പുക പോലും ഇങ്ങനെ അടിച്ചുകൊണ്ട് വരികയായിരുന്നു. താഴെയൊക്കെ ഇങ്ങനെ നനഞ്ഞ് തന്നെ കിടക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയും കൂടെ പെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ തണുപ്പ് കുറയാനാണോ കൂടാനാണോ ഒരു ഐഡിയ ഇല്ല. അങ്കുദേവ് പെട്ടെന്ന് പോയി കേട്ടോ. ഫോഗിൻ്റെ ഇടയിലായിപ്പോയി, അങ്ങ് എത്തി. അവൻ്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും ഫോഗ് കാരണം പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. സാധാരണഗതിയിൽ ഈ മകരസംക്രാന്തി കഴിയുമ്പോൾ തണുപ്പ് കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് വലിയ കുറവായിട്ടൊന്നും തോന്നുന്നില്ല. മാത്രമല്ല ഫോഗിനും വലിയ കുറവൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ വന്നാലേ നമുക്ക് ശരിക്കും എല്ലിനും പല്ലിനും ഒക്കെ ഒരു ആരോഗ്യവും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഞാൻ തണുപ്പ് അത്ര ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. എനിക്ക് ചൂട് തന്നെ ഇഷ്ടം. എത്ര ചൂടാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ വളർന്നത്. പക്ഷെ അങ്കൂനൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ തണുപ്പാണ് അവർക്ക് കൂടുതലും ഇഷ്ടം. ഇവിടെ ഉള്ളവർക്കും നമ്മുടെ മെയ്ഡൊക്കെ വരുമ്പോൾ അവർക്കും ഒക്കെ തണുപ്പാണ് കൂടുതൽ ഇഷ്ടമായിട്ട് ഇങ്ങനെ പറയുന്നത് ചൂടിനെ കാട്ടി. ഓരോരുത്തരുടെ മൈൻഡ് സെറ്റും മെൻറ്റാലിറ്റിയാണ്. എനിക്ക് പണ്ടേ തണുപ്പ് ഞാൻ വിരോധിയായിരുന്നു. അങ്ങനെ അങ്കു പോയി. ഞാൻ പെട്ടെന്ന് തന്നെ അകത്ത് കയറട്ടെ, നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് പുറത്തിറങ്ങിയതേ. സമയം 8:21, 6 ഡിഗ്രി. അപ്പോൾ രാക്കെ ഓഫീസിൽ പോകാനുള്ള കാര്യങ്ങളും തിരക്കുമായിട്ട് ചുറ്റി നടപ്പുണ്ട്. ഇത് നമ്മുടെ സെറാമിക്കിൻ്റെ പാത്രം കേട്ടോ, ക്ലേ കൊണ്ടുള്ളത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ലോഗ് നമ്മുടെ മൈക്രോവേവിനെ കുറിച്ചൊരു ഇൻട്രോ പോലെ ആയിരുന്നു പറഞ്ഞിട്ടിരുന്നത്. അതിനകത്ത് ഞാൻ പാത്രങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ സെറാമിക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാ മോഡലും സെറാമിക്സ് വെക്കാം കേട്ടോ. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെറാമിക്സ് ഏത് മോഡലും വെക്കാം, സേഫാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോകൾക്കിടയിൽ ഞാൻ മെല്ലെ അത് എങ്ങനെ അറിയാത്തവർക്കൊന്ന് പറഞ്ഞു തരാം. അപ്പം ഞാൻ ആദ്യം റീഹീറ്റിംഗ് തൊട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഈ വ്ലോഗിൽ ഞാൻ റീഹീറ്റിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഞാനൊരു ചപ്പാത്തി എടുത്തിട്ട് അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ റീഹീറ്റ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഇതിനകത്ത് ഒരു പ്രസ് ചെയ്തു, സ്റ്റാർട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ അവനിൽ 1 മിനിറ്റ് 30 സെക്കൻഡാണ് റീഹീറ്റിങ്ങിൻ്റെ ആ ഒരു ഇത് വരുന്നത്. പക്ഷേ ചപ്പാത്തിയൊക്കെ 20-30 സെക്കൻഡ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പോലെ ആയിപ്പോൾ. അപ്പോൾ ഞാനൊരു 30 സെക്കൻഡ് കഷ്ടിച്ചായപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് തുറക്കുകയാണ്. ഒരുപാട് നേരം വെക്കരുത് കേട്ടോ, അത് ബിസ്ക്കറ്റ് പോലെ ആയിപ്പോവും. അപ്പോൾ സോഫ്റ്റ് ആയിട്ട് നമുക്ക് മതിയല്ലോ. അതേ പുകയൊക്കെ വരുന്നത് തണുപ്പായണ്ട ഇത്രയും പുക പോലെ തോന്നുക കേട്ടോ. അപ്പോൾ 20 സെക്കൻഡൊക്കെ വെക്കാവൂ. 20 മാക്സിമം 30 സെക്കൻഡ് അതിൽ കൂടുതൽ വെക്കാതെ ബിസ്ക്കറ്റ് പോലെ ആയിപ്പോവും. ഇപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ഒരു ലെഫ്റ്റ് ഓവർ ചപ്പാത്തി ആയിരുന്നു, രാത്രി ബാക്കി വന്ന ഒരു ചപ്പാത്തി ആയിരുന്നു. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ സ്നാക്കോ എന്ത് വേണമെങ്കിലും ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഇവിടെ ഉള്ളവർ നമ്മുടെ ഹരിയാനക്കാരുടെ ഒരു ഹെൽത്തി ഓപ്ഷനാണ്. ഒന്നുമല്ല, കുറച്ച് ശർക്കരപ്പൊടി അതിലേക്ക് തൂവിയിട്ട് ചുരുട്ടി ഇങ്ങനെ കഴിക്കുക. ഒത്തിരി ഹെൽത്തി ഓപ്ഷനാണ് ഇത്. ശരിക്കും ഇവിടെ ചൂർമയെന്ന് പറഞ്ഞ് പൊടിച്ചും കഴിക്കാറുണ്ട്. ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു വ്ലോഗിൽ, ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലെഫ്റ്റ് ഓവർ ചപ്പാത്തിയൊക്കെ ഇതുപോലെ പൊടിച്ചിട്ട് ശർക്കരയും നെയ്യും കൂടെ കൂട്ടി കഴിക്കുന്നത്. ഇത് നെയ്യ് തൊട്ട് ചുട്ടെടുത്ത ചപ്പാത്തിയല്ലേ. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച ആളാണ് ഇത് കേട്ടോ. മീഡിയനെ കാണുന്നില്ലല്ലോ എന്ന് എനിക്ക് കമൻസിൽ വന്നപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് എടുക്കാമെന്ന് വെച്ചു. ഞാൻ കുറേ ദിവസമായി പുള്ളിക്കാരി വീഡിയോയിൽ എടുത്തിട്ട്. പിന്നെ ലഞ്ചിനായിട്ട് ഞാനൊരു 1 പോട്ട് മീലാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ റൈത്തയും, ബൂന്തി റൈത്ത. ബൂന്തി നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമല്ലോ. ഇത് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കാം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഹൽദിറാംസിൻ്റെ ബൂന്തി റൈത്ത. തൈര് എടുത്തിട്ട് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ഓൾറെഡി ഈ ബൂന്തിയിൽ ഉപ്പൊക്കെ ഉണ്ട്. മസാല ബൂന്തിയും കിട്ടും, സിമ്പിൾ ബൂന്തിയും കിട്ടും. അത് ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതാണ് അപ്പോൾ നമ്മുടെ 1 പോട്ട് മീൽ. ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് നിന്ന് ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പെട്ടെന്ന് എല്ലാ പച്ചക്കറികളും അരിയൊക്കെ എടുത്തിട്ട് ഞാൻ ഒരുപാട് വട്ടം ഇതുപോലത്തെ റൈസ് ഉണ്ടാക്കുന്ന കാണിച്ചിട്ടില്ല. ആ രീതിയിലൊരു സിമ്പിൾ മസാല റൈസ്, ബോയിൽഡ് എഗ്, റൈത്ത, കുറച്ച് നെല്ലിക്ക അച്ചാർ. അമ്മ ഇട്ട് തന്നിട്ട് പോയാൽ നമ്മുടെ നെല്ലിക്കയുടെ അച്ചാറാട്ടോ. അമ്മ അത് പറഞ്ഞ് കഴിക്കണേ നല്ല ടേസ്റ്റാന്ന്. അപ്പോൾ എനിക്ക് അത് ഇങ്ങനെ ഓർത്തിട്ട് കുറച്ച് അച്ചാറും കൂടെ എടുത്ത് വെച്ചു. ഒരു പുതിയ സ്റ്റീമർ ഞാൻ വാങ്ങിയേ. എന്തായാലും ഒന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇതാ സംഭവം. സ്റ്റീമറായിട്ടും സ്ട്രെയിനറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാ ഇത്. സംഭവം സ്റ്റീലിന്റെ ആണ്. അപ്പൊ ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ പറഞ്ഞത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സ്റ്റീമർ. സംഭവം ഒളിഞ്ഞു കിടക്കുന്നു സൈഡ്. ഇങ്ങനെയാണ് ഇരിക്കുന്നേ. ശരി, കൊള്ളാല്ലേ? ഫ്ലവർ പോലെയുണ്ട്, പൂവ് പോലെ. നിനക്ക് ആവശ്യത്തിന് വിലപ്പാക്കാം. ഓ ശരി. Is this like a strainer or a steamer? Strainer or steamer? അപ്പോൾ ഡിയേഴ്സ്, ഇതാണ് ഈ സംഭവം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇത് കാണുമായിരിക്കും, പക്ഷെ എനിക്കൊരു അത്ഭുതം പോലെ തോന്നി കേട്ടോ ഈ സംഭവം. സ്റ്റീൽ കൊള്ളാം അല്ലേ? നമ്മുടെ അരിയൊക്കെ ഊറ്റുന്ന ചിപ്ലി പോലെയും ഫ്രൂട്ട് ബാസ്ക്കറ്റ് പോലെയൊക്കെ ഇരിക്കുന്നു, പക്ഷെ സ്റ്റീമറാണ് സാധനം. 2 ക്ലിപ്പ് ഉണ്ടല്ലേ? 3 ക്ലിപ്പ്. 4 ക്ലിപ്പായിട്ട് കാല് വെക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ 4 ക്ലിപ്പും ഉണ്ട്. അപ്പം നടുക്ക് സെൻട്രലായിട്ട് നമുക്കൊരു ക്ലിപ്പ് വയ്ക്കാം. ബാക്കി 3 അതിൻ്റെ കണ്ടോ കാല് പോലെ ഇങ്ങനെ സ്റ്റാൻഡ് പോലെ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോ സാധനങ്ങൾ വെച്ച് നമ്മളുടെ വലിപ്പത്തിനനുസരിച്ച് സ്റ്റീം ചെയ്തെടുക്കാം. പിന്നെ കഴുകാനുള്ള സ്ട്രെയിനറായിട്ടും ഒക്കെ ഉപയോഗിക്കാം സംഭവം. ഞാനത് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ എന്താ പറയാച്ചാൽ നമ്മുടെ വെർമസലി ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ പാല് കുറേ ബാക്കിയുണ്ട്. എപ്പോഴും ഞാൻ ചെയ്യുന്ന സംഭവമാണ്. നമ്മുടെ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് വെർമസലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ അതിലേക്കാണ് പാൽ ഒഴിക്കുന്നത്. ഇത് പാലെല്ലാം കൂടെ ഞാനൊന്ന് കാച്ചി വെച്ചിട്ട് അതിലേക്കാണ് നമ്മുടെ റോസ്റ്റഡ് വെർമസലി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് മധുരത്തിനായിട്ട് ഞാൻ സാധാരണ പഞ്ചസാരയല്ല ചേർക്കാറ്, മിൽക്ക് മെയ്ഡാണ് ആസ് യൂഷ്വൽ. എൻ്റെ കയ്യിൽ നമ്മുടെ കണ്ടൻസ് മിൽക്കും ഉണ്ട്. എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ളൊരു സംഭവം ഈ കണ്ടൻസ് മിൽക്ക്. അപ്പോൾ അതൊഴിച്ചിട്ട് മധുരത്തിനായിട്ട് അത് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൽ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് മുടങ്ങാതെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമായത് കേട്ടോ. പാലൊക്കെ ബാക്കി വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി ഈ കണ്ടൻസ് മിൽക്ക് എപ്പോഴും എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന പഞ്ചസാരക്കാട്ടിയും മധുരവും കിട്ടും, ഒരു ടേസ്റ്റും ആണല്ലോ. അപ്പോൾ ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഞാൻ കീറ് പോലെയല്ല, നമ്മുടെ പായസം പോലെ ഇച്ചിരി ലൂസാക്കി എന്ന് വെച്ചാൽ, കാരണം നന്നായിട്ട് പാലുണ്ടായിരുന്നു. ഞാൻ വെള്ളമേ ഒഴിക്കാറില്ല. പിന്നെ അതേ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മളങ്ങോട്ട് കഴിക്കാൻ പോവുകയാണ് നമ്മുടെ പായസം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.